അയ്യുഹത്തുല്ലാബ് കൈഫ ഹാലുക്കും കൈഫ ഹാലുക്കും ബിഖൈർ. എല്ലാവർക്കും ഖൈർ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു പുതിയ വഹദയിലേക്ക് പ്രവേശിക്കാം, പുതിയ യൂണിറ്റിലേക്ക് പ്രവേശിക്കണം. എത്രാമത്തെ വഹദയാ? സാലിസ. അൽ വഹദത്തു സാലിസ, മൂന്നാമത്തെ ഒരു വഹദയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വഹദയുടെ പേരെന്താ? അസ്സിറാഅത്തു ലിസ്സിഹ. ماذا؟ الزراعة للصحة. ما معنى الزراعة؟ زراعة معنى കൃഷി. نعم. ما معنى الصحة؟ ആരോഗ്യം. അപ്പൊ എന്തായിരിക്കും അസ്സിറാഅത്തു ലിസ്സിഹ എന്ന് പറഞ്ഞാല്? ആരോഗ്യത്തിന് വേണ്ടിയുള്ള കൃഷി, അല്ലേ? ആരോഗ്യത്തിനുള്ള കൃഷി. അസ്സിറാഅത്തു ലിസ്സിഹ. നഅം. ഈ വഹദയിൽ നമുക്ക് 3 പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്? ലൂല ഇലൽ മസ്റഅ. മാ മഅന മസ്റഅ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് മസ്റഅ എന്താണത്? കൃഷിസ്ഥലം. നഅം. മാതാ? കൃഷിസ്ഥലം. ഇലൽ മസ്റഅ, കൃഷിസ്ഥലത്തിലേക്ക്. നഅം. ثم فلاحة المطبخ. الثاني فلاحة المطبخ. ما معنى مطبخ؟ അടുക്കള. നഅം. അപ്പൊ എന്തായിരിക്കും ഫിലാഹത്തുൽ മത്ബഖ്? അടുക്കളത്തോട്ടം. നമ്മളൊക്കെ കൃഷി ചെയ്യാറില്ലേ? പച്ചക്കറികളും ഖളറവാത്തുകളും ഫവാക്കിഹുകളൊക്കെ നമ്മൾ കൃഷി ചെയ്യാറില്ലേ? ഉണ്ട്. അങ്ങനെ കൃഷി ചെയ്യണം. നഅം. മൂന്നാമത്തതാണ് മാ അഹ്ലൽ അൽവാൻ. മാ അഹ്ലൽ അൽവാൻ. ഇങ്ങനെ 3 പാഠങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം ഇലൽ മസ്റഅ. ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സൂറ കാണാം. ശുഫ് ഹാദിഹി സൂറ. എന്താണ് ഈ സൂറയിലുള്ളത്? മൻഹാദ? നഅം, മുസാരിഅ അല്ലെങ്കിൽ ഫല്ലാഹ്, രണ്ടും നമുക്ക് പറയാം. മുസാരി കൃഷിക്കാരൻ. ഈ മുസാരിഅ എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ടല്ലേ? അദ്ദേഹത്തിന്റെ തോട്ടത്തില് അദ്ദേഹം എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആ സ്പ്രേ ചെയ്യുന്നത്? എന്തായിരിക്കും? അതെ, മുബീദാത്തുൽ ഖീമായിയ ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? കീടനാശിനികളെ. ഇവിടെ കണ്ടോ, ഒരുപാട് തുയൂറുകള് അവരുടെ കൂട്ടിൽ നിന്നും മറ്റു മരങ്ങളിൽ നിന്നല്ല, ഷജറയിൽ നിന്നൊക്കെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ മുസാരി എന്തായിരിക്കും ഇവിടെ സ്പ്രേ ചെയ്യുന്നത്? ശ്വസിക്കാൻ പറ്റുന്ന സാധനമായിരിക്കുമോ? അല്ല. അപ്പൊ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മുബീദാത്തുൽ ഖീമായി ഒക്കെ ഇട്ടിട്ടായിരിക്കാം നമ്മുടെ കടകളിലേക്ക് ഖളറവാത്തുകളും പച്ചക്കറികളും ഫവാക്കിഹുകളും, ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ വരിക. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? നമ്മൾ സ്വന്തമായി നമുക്ക് കൃഷി ചെയ്യാം. നമ്മളെ രണ്ടാമത്തെ പാഠം പറഞ്ഞല്ലോ. പാഠത്തിന്റെ പേരെന്തായിരുന്നു? ഫിലാഹത്തുൽ മത്ബഖ്, അല്ലേ? ആ പാഠം നമുക്ക് പഠിക്കാം. അതിന്റെ മുമ്പ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താ? ഇലൽ മസ്റഅ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഈ സൂറയില് ഒരു മുദർരിസിനെ കണ്ടോ നിങ്ങൾ? കണ്ടോ? ശുഫ് ഹുന. മൻ ഹാദാ? ഇതാരാ? ഇതൊരു മുസാരിയാണ്. ടീച്ചർ കുട്ടികളെയും കൂട്ടിയിട്ട് എങ്ങോട്ട് വന്നിരിക്കാണ്? മുസാരിയന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവിടെ നടക്കുന്ന ഒരു ഹിവാറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഈ പാഠം നന്നായി ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും നന്നായി
ശ്രദ്ധിക്കുക. സബാഹുൽ ഖൈർ. അൽ മുസാരിഅ സബാഹുൻ നൂർ മർഹബൻ ബിക്കും. അൽ മുദർരിസ മർഹബൻ നുരീദു മിൻക മുസാഅദ. നുരീദു മിൻക മുസാഅദ. അൽ മുസാരിഅ മാദാ തുരീദൂൻ. മാദാ തുരീദൂൻ. അൽ മുദർരിസ زيارة مزرعتك مفيدة. هذه مزرعة جميلة. هذه مزرعة جميلة. زيان ماذا تزرع؟ ماذا تزرع؟ المزارع أزرع الفواكه. أزرع الفواكه والأزهار والخضروات. أزرع الفواكه والأزهار والخضروات. زين. نريد إعداد فلاحة المطبخ. المزارع حسنا أنا أساعدكم. المدرسة شكرا. المزارع عفوا. نعم നമുക്ക് അതിൻ്റെ മഅന ഒന്ന് ശ്രദ്ധിക്കാം. മുദർരിസ പറയാണ് സബാഹുൽ ഖൈർ. മുസാരി പറയുന്നു, അതിന് മറുപടി കൊടുക്കുന്നു സബാഹുൻ നൂർ. അല്ലേ, സബാഹുൽ ഖൈർ അതിൻ്റെ മറുപടിയാണ് സബാഹുൻ നൂർ, ഗുഡ് മോർണിംഗ് അല്ലേ. നഅം. അതേപോലെ തന്നെ മുസാരി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. മർഹബൻ ബിക്കും, എല്ലാവർക്കും വെൽക്കം അല്ലേ, സ്വാഗതം. അപ്പൊ മുദർരിസ മർഹബൻ അങ്ങോട്ടും അതേപോലെ മറുപടി കൊടുത്തു. എന്നിട്ട് മുദർരിസ പറഞ്ഞു നുരീദു മിൻക മുസാഅദ. നുരീദു മിൻക മുസാഅദ. നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, മിൻക നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, മുസാഅദ ഹെൽപ്പ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സഹായം ആഗ്രഹിക്കുന്നുണ്ട്, സഹായം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മുസാരി ചോദിച്ചു മാദാ തുരീദൂൻ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുദർരിസ പറയാണ് സിയാറത്ത മസ്റഅതിക, നിങ്ങളുടെ കൃഷിസ്ഥലം സന്ദർശിക്കണം. സിയാറ സന്ദർശനം, അതാ സിയാറത്ത് സന്ദർശനം. അങ്ങനെ മുസാരിഅ അവരെല്ലാവരെയും കൂട്ടി മസ്റഅ സന്ദർശിക്കണം. മസ്റഅ കണ്ടപ്പോഴോ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. നല്ല ഭംഗിയുള്ള മസ്റഅ. അങ്ങനെ മസ്റഅ കണ്ടപ്പോ മുഫീദ പറയാണ് ഹാദിഹി മസ്റഅത്തുൻ ജമീല. ഹാദിഹി മസ്റഅത്തുൻ ജമീല. ഈ മസ്റഅ ജമീലയാണ്, ഭംഗിയുള്ളതാണ്. സയാൻ മാദാ തസ്റഉ, എന്തെല്ലാമാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? അപ്പൊ മുസാരി പറഞ്ഞു അസ്റഉ ഞാൻ കൃഷി ചെയ്യുന്നു, അൽ ഫവാകിഹ ഫവാകിഹ ഫ്രൂട്ട്സ്, വൽ അസ്ഹാർ അസ്ഹാർ ഫ്ലവേഴ്സ് പൂക്കൾ, വൽ ഖളറവാത്ത് വെജിറ്റബിൾസ് പച്ചക്കറികളും പൂക്കളും പഴങ്ങളുമാണ് ഞാൻ കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സയാൻ പറയാണ് നുരീദു ഇഅദാദ ഫിലാഹത്തുൽ മത്ബഖ്. നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഇഅദാദ ഫിലാഹത്തുൽ മത്ബഖ്. ഇഅദാദ് എന്ന് പറഞ്ഞാൽ തയ്യാറാക്കാൻ. എന്ത് തയ്യാറാക്കാൻ? ഫിലാഹത്തുൽ മത്ബഖ്. നേരത്തെ പറഞ്ഞു നമ്മള് അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ ഞങ്ങളും ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. മുസാരി പറഞ്ഞു ഹസനൻ, വെരി ഗുഡ്, അന ഉസാഇദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാം. മുദർരിസ ശുക്രൻ എന്ന് പറഞ്ഞു. മുസാരി എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി എന്തായിരിക്കും? അഫ്വൻ എന്നും മറുപടി പറഞ്ഞു. അങ്ങനെ മുസാരി ഈ കുട്ടികൾക്കും ടീച്ചർക്കും
എല്ലാവർക്കും കൃഷി ചെയ്യേണ്ട രൂപം, അതിനെന്തൊക്കെ ആവശ്യമുണ്ട് എന്നതെല്ലാം പറഞ്ഞു കൊടുത്ത് ഒക്കെ മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഫഹിമത്തുല്ലാബ്, തുല്ലാബ് മനസ്സിലാക്കി, മിനൽ മുസാരിയിൽ നിന്ന്, അനിസിറാഅത്തി കൃഷി ചെയ്യുന്നതിനെ കുറിച്ച്, വറജഉ പിന്നെ അവർ മടങ്ങി, ബിൽ ബുദൂർ, മാ ബഅന ബുദൂർ, ബുദൂർ വിത്ത്, വിത്ത് കൃഷി ചെയ്യാനുള്ള വിത്തുകൾ കണ്ടിട്ടില്ലേ, അതാണ് ബുദൂർ. വ ഷത്ലാത്ത്, മാ ബഅന ഷത്ലാത്ത് ചെടികൾ, തൈകൾ, തൈകളും വിത്തുമായിട്ട് അവർ മടങ്ങുക, ഇലൽ മദ്രസ എങ്ങോട്ട്, അവരുടെ വിദ്യാലയത്തിലേക്ക്, അവരുടെ സ്കൂളിലേക്ക്, അല്ലേ, അവരുടെ മദ്രസയിലേക്ക് അവർ മടങ്ങി. വഅസമു അവർ തീരുമാനിച്ചു, അല ഇദാദി ഫിലാഹത്തിൽ ബത്ബഖ് അടുക്കളത്തോട്ടം തയ്യാറാക്കാൻ അവരെല്ലാവരും തീരുമാനിച്ചു. ഫി ബുയൂത്തിഹിം എവിടെ, എവിടെ, അവരുടെ ബുയൂത്തുകളിൽ, അവരുടെ വീടുകളിൽ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകുക. സയാന് ബുദൂറും ഷത്ലാത്തൊക്കെയുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോ, വസ്വല സയാൻ, സയാന് എത്തി, ഫിൽ ബൈത്തി എവിടെ, വീട്ടിലെത്തി, മസ്റൂറൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ജറ ഹിവാർ ബൈന സയാൻ വ വാലിദിഹി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ വാലിദ്, അവൻ്റെ ഉപ്പ, അവനിങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ വരുന്നത് കാണാം. ആ സമയത്ത് അവർ തമ്മിൽ നടന്ന, സയാനും വാലിദും തമ്മിൽ നടന്ന ഒരു ഹിവാറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഹിവാർ നമുക്കൊന്ന് വായിച്ചു നോക്കണം. മാത്രവുമല്ല ഇവിടെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കണം. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സയാനെ മസാഉൽ ഖൈർ, വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് ഉപ്പനെ കാണുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്താ പറയുക, മസാഉൽ ഖൈർ. അപ്പോൾ വാലിദിന്റെ മറുപടി എന്തായിരിക്കും, മസാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി എന്ത് തന്നെ ആയിരിക്കും, മസാഉൻ നൂർ. മാദാ ഫി യദിക്, ഉപ്പ ചോദിക്കാണ്, വാലിദ് ചോദിക്കാണ്, മാദാ ഫി യദിക് എന്താ നിന്റെ കയ്യില്. സയാന്റെ കയ്യില് ഒരു സാധനം വാലിദ് കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ ചോദിക്കാണ്, മാദാ ഫി യദിക് എന്താണ് നിന്റെ കയ്യിലേ എന്ന് ചോദിച്ചു. അപ്പൊ സയാന്റെ മറുപടി എന്തായിരിക്കും, അൽ ബുദൂർ വിത്തുണ്ട്, വ പിന്നെ ബുദൂറിന്റെ കൂടെ എന്തുണ്ട്, എന്തുണ്ട്, നമ്മള് മുകളിൽ പഠിച്ചിട്ടുണ്ട്, എന്തുണ്ട്, ഷത്ലാത്ത് അല്ലെ, ബുദൂറും ഷത്ലാത്തും, ഷത്ലാത്ത് കണ്ടില്ലേ, അതെ ഷത്ലാത്ത്. അപ്പൊ ബുദൂറും വ ഷത്ലാത്ത്, ഷത്ലാത്ത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. അപ്പൊ വാലിദ് ചോദിച്ചു, മിനൈന എവിടെ നിന്നാ ഇത്, മിനൈന എവിടുന്നാ ഇത്, എവിടുന്ന കിട്ടിയത് അല്ലേ, ഇത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. അപ്പൊ സയാന്റെ മറുപടി, മിനൽ മസ്റ എവിടെ നിന്നാ, മസ്റയിൽ നിന്ന്, കൃഷിസ്ഥലത്ത് നിന്ന്, സുർന ഞങ്ങൾ സന്ദർശിച്ചു, മഅൽ മുദരിസ മുദരിസയുടെ കൂടെ ഞങ്ങൾ സന്ദർശിച്ചു. വാലിദ്, മാതാ റായിത്തും ഹുനാക്ക അവിടെ എന്തൊക്കെ കണ്ടത്, മാതാ റായിത്തും നിങ്ങൾ എന്താ കണ്ടത്, ഹുനാക്ക് അവിടെ നിങ്ങൾ എന്താ കണ്ടത്. അപ്പൊ സയാന്റെ മറുപടി, അൽ ഫവാക്കിഹ, അൽ ഫവാക്കിഹ എന്തൊക്കെയാ അവരവിടെ കണ്ടിട്ടുള്ളത്, അവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നത് നമ്മുടെ മുസാരി പറഞ്ഞു കൊടുത്തു അല്ലേ, അതൊക്കെ അവർ കണ്ടു. ഫവാക്കിഹ് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെന്തൊക്കെയുണ്ട്, വൽ അസ്ഹാർ അല്ലേ, വൽ അസ്ഹാർ ഉണ്ട്, വൽ ഖലറവാത്ത് ഫവാക്കിഹ് ഉണ്ട്, അസ്ഹാർ ഉണ്ട്, ഖലറവാത്ത് ഉണ്ട്. അവിടെ ഫവാക്കിഹ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി അസ്ഹാറും ഖലറവാത്തും നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം. അപ്പൊ വാലിദ് ചോദിക്കുകയാണ്, കൈഫ കാനത്തിൽ മസ്റ എങ്ങനെ ഉണ്ടായിരുന്നു, കൃഷിസ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു, ജമീലായിരുന്നു അല്ലേ. ആ വാക്കു നമ്മൾ പഠിച്ചിട്ടില്ലേ, മസ്റഅത്തുൻ ജമീല അല്ലേ, മസ്റഅത്തുൻ ജമീല. അപ്പോ
ഭംഗിയുള്ള മസ്റഅത്ത് ആയിരുന്നു. കാനത്തിൽ മസ്റഅത്തു ജമീല അല്ലേ? കാനത്തിൽ മസ്റഅത്തു ജമീല, മസ്റഅത്തുൻ ജമീല എവിടെ ഉണ്ട്? നഅം. എന്നിട്ട് സയ്യാന് വീണ്ടും പറയാണ്, നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. എന്ത് തയ്യാറാക്കാം? എന്ത് തയ്യാറാക്കാം? ഡേഷുൽ മത്ബഖ്, അടുക്കള എന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? എന്തായിരിക്കും ഇവിടെ ഉണ്ട്? ഫിലാഹത്തുൽ മത്ബഖ്, അതാ ഫിലാഹത്തിൽ മത്ബഖ്. അതുപോലെ ഇവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ട ഫിലാഹത്തിൽ മത്ബഖ്. അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ഫിലാഹത്ത് എന്ന് അവിടെ നോക്കിയിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ വാലിദ് പറഞ്ഞു ഹസനൻ ഫിക്രത്തുർ റായിയ, നല്ല ഐഡിയ ആണ് അല്ലേ, ആ ഗുഡ് ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് വാലിദും അതിന് കൂടെയാണ്. അപ്പൊ ഇത് നിങ്ങൾ എഴുതി കൊടുക്കൂലേ? അപ്പൊ ഈ പാഠവും നന്നായി വായിച്ച് പഠിക്കണം. പിന്നെ ഈ വർക്കും നന്നായി വായിച്ചുകൊണ്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. മഅസ്സലാമ.